സന്ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും വിശ്വസിക്കുക, ദൈവത്തിൻ്റെ ആത്മാവ്, അഗ്നിയുടെ ആത്മാവ് ഇതാ എൻ്റെ ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ അതിശക്തമായിട്ട് പ്രവർത്തിക്കുന്നു. പ്രത്യേകിച്ച് രോഗപീഠകളിലൂടെ കടന്നു പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകം പ്രാർത്ഥിച്ചോ. പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷ സമയത്ത് നിന്റെ മേൽ ശക്തമായ അഗ്നിയുടെ അഭിഷേകം നൽകും. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തൻ, അവൻ്റെ ചെരുപ്പ് വഹിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. അഗ്നിയാൽ നമ്മളെ സ്നാനപ്പെടുത്തും. ബാപ്റ്റിസം ഇൻ ഹോളി സ്പിരിറ്റ്. ഓരോ വ്യക്തിയും 2 കരങ്ങളും ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, 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 എൻ്റെ ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ, പ്രത്യേകിച്ച് നമ്മുടെ തലയ്ക്കകത്തേക്ക് ഒത്തിരി എതിർ ചിന്തകളുണ്ടാവും, നമ്മളെ ഭാരപ്പെടുന്ന ചിന്തകളുണ്ടാവും. ഒരുപക്ഷെ ചില കാര്യങ്ങൾ നമ്മുടെ തലയ്ക്കകത്തുനിന്ന് എത്ര ശ്രമിച്ചിട്ടും പോകുന്നില്ല. ചില ഓർമ്മകൾ, ചില സംഭവങ്ങൾ നമ്മളെ വിഷമിപ്പിക്കുന്നുണ്ടാവും. ഓർക്കാൻ ആഗ്രഹമില്ല, പക്ഷേ അത് വീണ്ടും വീണ്ടും ഓർമ്മയിലോട്ട് വരുന്നു. ചില വ്യക്തികളെക്കുറിച്ച് ദേഷ്യമായിട്ടും അരിശമായിട്ടും കടന്നു വരുന്നുണ്ടാവും. മനസ്സിൽ വലിയ ഭാരമുണ്ടാവും. എന്നാലും അവരെന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്നിങ്ങനെയുള്ള ചിന്തകൾ തലയ്ക്കകത്തുണ്ടാവും. പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ ഒരു പുതിയ അഭിഷേകം നൽകണം. പന്തക്കുസ്താ ദിനം, അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം ഇതാ വചനം കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു. പന്തക്കുസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം അവർ നിന്നിരുന്ന സ്ഥലത്ത് അവർ കേട്ടു. തുടർന്ന് വചനം പറയുന്നു, അതാ അവരുടെ ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ ഇതാ തീ കത്തുന്ന അഭിഷേകം, അഗ്നിജ്വാലകൾ അവരുടെ മേൽ പറന്നിറങ്ങി. പരിശുദ്ധാത്മാവ് അഗ്നിയാണ്. വിശുദ്ധ ഗ്രന്ഥം ആവർത്തിച്ച് പഠിപ്പിക്കുന്നൊരു സത്യമാണ്. പരിശുദ്ധാത്മാവ് അഗ്നിയാണ്. നിന്റെ ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ ഇതാ ഈ ശുശ്രൂഷ സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി വെളിപ്പെടുന്ന സമയം. 1 തെസ്സലോനിക്കർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 19-ാം തിരുവചനത്തിൽ പൗലോസ്ലീഹ ഓർമ്മപ്പെടുത്തുന്നു, നിന്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ നീ നിർവീര്യമാക്കരുത്. നിർവീര്യമാക്കരുത് എന്ന് പറഞ്ഞാൽ ഈ തീ അത് അണഞ്ഞു പോകാൻ ഇടവരുത്തരുത്. നിന്റെ ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ പരിശുദ്ധാത്മാവേ, 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 ഒരു തീ കത്തുന്ന അഭിഷേകം എനിക്ക് വേണം. പരിശുദ്ധാത്മാവേ, ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ നമ്മൾ അനുഭവിക്കുന്ന ഒരു ശുശ്രൂഷ സമയമാണ്. അനേക രോഗികൾ സൗഖ്യം പ്രാപിക്കുന്ന സമയമാണ്. വിശ്വസിച്ചുകൊള്ളൂ, നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതകരമായ സൗഖ്യം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആദിമ ക്രൈസ്തവ ജനത സൗഖ്യം പ്രാപിച്ചതുപോലെ, ആദിമ ക്രൈസ്തവ ജനത ധൈര്യം സ്വീകരിച്ചതുപോലെ, ആദിമ ക്രൈസ്തവ ജനത സുവിശേഷ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയതുപോലെ, ഇതാ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും ശക്തമായ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നീ നിൽക്കുന്ന സ്ഥലത്തേക്ക് വെളിപ്പെടട്ടെ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-2 തിരുവചനം, ഭൂമി രൂപരഹിതമായിരുന്നു, ശൂന്യമായിരുന്നു, അന്ധകാരമായിരുന്നു. അവയ്ക്ക് മുകളിൽ ദൈവത്തിൻ്റെ ആത്മാവ് റൂവാഹ് ചിറകടിച്ച് പറന്നുയരുന്നു. ഒരു പക്ഷേ രൂപമില്ലാതെ, ഭാരപ്പെട്ട്, സങ്കടപ്പെട്ട്, ഇനി എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ച് പ്രാർത്ഥിക്കുന്ന എൻ്റെ സഹോദര സഹോദരി, നിന്റെ മേൽ പരിശുദ്ധാത്മാവിത പറന്നിറങ്ങുന്നു. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ സാധിക്കുമെങ്കിലും ബൈബിളൊക്കെ എടുത്ത്, ഒരു നോട്ട് ബുക്കൊക്കെ എടുത്ത് വചനങ്ങളൊക്കെ എഴുതി പഠിച്ച് പ്രാർത്ഥിക്കുന്നതാണ് അനുഗ്രഹം. കാരണം ഈ ശുശ്രൂഷ, വചന ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്ന ശുശ്രൂഷയാണ്. ഇന്ന് ഈ ശുശ്രൂഷ ഇവിടെ നമ്മൾ പങ്കെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് പങ്കെടുക്കണം. കാരണം ഇത് ചില ആത്മീയ രഹസ്യങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് പങ്കുവയ്ക്കുന്നതാണ്. വെറുതെ വായിക്കുമ്പോൾ വായിക്കുന്നത് പോലെ വായിച്ചു പോകാനല്ല, മറിച്ച് ഇത് വായിച്ചു പോകുമ്പോൾ കർത്താവ് ഇതെന്നോടാണല്ലോ സംസാരിക്കുന്നത് എന്ന് നമ്മൾ വിശ്വസിച്ച് അത് ഏറ്റെടുത്തു കൊള്ളണം. അങ്ങനെ ഏറ്റെടുക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ അത് കൃത്യമായ റിസൾട്ട് ഉണ്ടാക്കും, ഉത്തരം നമുക്ക് നൽകും.
അങ്ങനെയാണെങ്കിൽ നമുക്ക് വായിച്ച് പ്രാർത്ഥിക്കാൻ പറ്റിയ ദൈവവചനം അപ്പസ്തോല പ്രവർത്തനം. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ ഒന്ന് തുറക്കാമോ? ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ്, അപ്പസ്തോല പ്രവർത്തനം, അതിൻ്റെ 16-ാം അധ്യായം നമുക്ക് 18 മുതൽ വായിക്കാം. ഇത് പൗലോസ്ലീഹ നമ്മുടെ മുമ്പിൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. അത് ശ്രദ്ധിച്ചൊന്ന് വായിച്ചോളൂ. പല ദിവസങ്ങൾ അവൾ ഇപ്രകാരം ചെയ്തു. പൗലോസിനെ ഇത് അസഹ്യപ്പെടുത്തി അവൻ തിരിഞ്ഞ് അവളിലെ ആത്മാവിനോട് പറഞ്ഞു അവളിൽ നിന്ന് പുറത്തു പോകാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു. എന്നിട്ട് തൽക്ഷണം അത് പുറത്തുപോയി. ഇങ്ങോട്ട് നോക്കിക്കേ, ശ്രദ്ധിച്ചേ. ഈ വചനഭാഗം പൗലോസ്ലീഹായുടെ ജീവിതത്തിൽ സംഭവിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു സംഭവത്തോട് ചേർന്നാണ് പൗലോസ്ലീഹായും ശീലാസും ഒക്കെ തടവറയിൽ അടയ്ക്കപ്പെടുന്നത്. അതിന് സംഭവിച്ചൊരു കാരണമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. നിങ്ങൾക്കിത് ഇതിൻ്റെ കൃത്യമായ ഒരു പശ്ചാത്തലം മനസ്സിലാകുവാൻ അതിന് തൊട്ട് മുമ്പുള്ള ചില വചനങ്ങൾ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അപ്പം നിങ്ങളതൊന്ന് വായിച്ചു വരുമ്പോൾ അതെങ്ങനെ എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. നമ്മളപ്പോൾ 16-ാം അധ്യായം 16 മുതലുള്ള വചനം ഞാൻ വായിക്കാം, നിങ്ങളത് കേൾക്കുക. ഞങ്ങൾ പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ ഭാവി ഫലം പ്രവചിക്കുന്ന ആത്മാവ് ബാധിച്ച ഒരു അടിമ പെൺകുട്ടിയെ കണ്ടു. ഭാവി പ്രവചനം വഴി അവൾ തൻ്റെ യജമാനന്മാർക്ക് വളരെ ആദായമുണ്ടാക്കിയിരുന്നു. അപ്പം 2 കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ഒരു പെൺകുട്ടിയാണ്, അടിമ പെൺകുട്ടിയാണ്. ഇവൾ എന്ത് ചെയ്യും? ഭാവി പ്രവചിക്കും. ഒരാത്മാവ് ബാധിച്ച് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒരാത്മാവ് ബാധിച്ച് ഭാവി പ്രവചിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ ചേർത്തിനെ കണ്ടു കഴിയുമ്പോൾ ആ പെണ്ണാണെങ്കിൽ അപ്പം തന്നെ ഭാവി മുഴുവൻ പ്രവചിക്കും. ചേച്ചി എന്ന് മരിക്കും, ദൈവമേ മരിക്കുമെന്നല്ല, എന്നാണ് നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്, അങ്ങനെ വിചാരിച്ചോ അല്ലേ? മരിച്ച പേടിയായിരിക്കും. അപ്പോൾ എന്നാണ് ജീവിതത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കുന്നതൊക്കെ ഈ പെണ്ണ് പറയും. അപ്പോൾ ഇത് ഒരാളെ കണ്ട അപ്പം എല്ലാം പറയും, കൃത്യമായിട്ട് പറയും. അപ്പോൾ ഇത് അടിമയാണ്. അടിമയ്ക്ക് ഒരു യജമാനനുണ്ടല്ലോ. അപ്പോൾ ഇവൾ ഇങ്ങനെ പറഞ്ഞ് ഇതൊരു കച്ചവടമാക്കി മാറ്റിയിരിക്കുക. അപ്പം തന്നെ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, ഇത് പരിശുദ്ധാത്മാവാണോ ദുരാത്മാവാണോ? ദുരാത്മാവാണോ. ഇതൊരു കച്ചവടമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവി പറഞ്ഞ് ആദായം ഉണ്ടാക്കുന്നു. ഒരുത്തനുണ്ട് യജമാനൻ, ഇവളെ വിറ്റ് പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് മുഖത്ത് നോക്കി ചില കാര്യങ്ങൾ പറയുന്നു പറഞ്ഞാൽ ആത്മാവ് ബാധിച്ചു എന്ന് പറഞ്ഞാൽ ഓർക്കേണ്ട കാര്യം, ഇത് പരിശുദ്ധാത്മാവല്ല, ദുരാത്മാവാണ്. അപ്പൊ ദുരാത്മാവ് നിന്റെ ഭാവി പറയും. ഓർത്തോണേ, ദുരാത്മാവ്. അപ്പൊ ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടോ അയ്യോ പിന്നെ അയാൾ പറയുന്നത് അല്ല, ശ്രദ്ധിച്ചോണം. ദുരാത്മാവും നിന്റെ ഭാവി പറയും. അത് നിന്നെ കുടുക്കിലാക്കാനാണെന്ന് മാത്രം ആ സമയത്ത് നമുക്ക് തോന്നത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാവുന്നുണ്ടോ? വേണ്ട. വചനത്തിൽ അത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അസ്വസ്ഥത മാറിക്കൊള്ളും കേട്ടോ. ശരിയായിട്ട് മനസ്സിലാക്കിയാൽ മതി. ഞാൻ ഒന്നും കൂടെ വായിക്കാം. ഞങ്ങൾ പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ ഭാവി ഫലം പ്രവചിക്കുന്ന ആത്മാവ് ബാധിച്ച ഒരു അടിമ പെൺകുട്ടിയെ കണ്ടു. പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോട്ട ആശ്രമത്തിലോട്ട് വരുവാണ്. വരുന്ന വഴിക്കാണ് ഇതേ കാണുന്നത്. ഒരു പെൺകുട്ടി നിന്ന് ഭാവി പ്രവചിക്കുന്നു. അപ്പോൾ അവളെ കണ്ടു. ഭാവി പ്രവചനം വഴി അവൾ തൻ്റെ യജമാനന്മാർക്ക് വളരെ ആദായമുണ്ടാക്കിയിരുന്നു. 17-ാം വചനം. അവൾ പൗലോസിൻ്റെയും ഞങ്ങളുടെയും പുറകെ വന്ന് വിളിച്ചു പറഞ്ഞു. പൗലോസിനെയും കൂട്ടുകാരെയും കണ്ടപ്പോഴത്തേക്ക് അവർക്കൊരു ഭാവി ഇരിക്കട്ടെ, അവർക്കൊരു ഭാവി. അവരെക്കുറിച്ച് ചില കാര്യങ്ങൾ എന്താ പറഞ്ഞെന്നറിയാവോ? ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാരാണ്. അവർ നിങ്ങളോട് രക്ഷയുടെ മാർഗം പ്രഘോഷിക്കുന്നു. സത്യമല്ലേ? സത്യമായ കാര്യമാണ് ഈ പെണ്ണ് പറയുന്നത്. ഈ പെണ്ണ് ഭാവി പ്രവചിക്കുകയാണ്. ഈ ആളെ കുറിച്ച്, പൗലോസ്ലീഹായെ കുറിച്ച് ചുറ്റുവട്ടത്തുള്ളവരോട് ചില കാര്യങ്ങൾ പറയുകയാണ്. അടുത്ത വചനങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പല ദിവസങ്ങൾ ഇവൾ ഇപ്രകാരം ചെയ്തു. ഒരു ദിവസമല്ല, പല ദിവസങ്ങൾ. ആർക്കാണെങ്കിൽ അരിശം വരും അല്ലേ? പല ദിവസങ്ങൾ ഇവൾ ഇപ്രകാരം ചെയ്തു. പൗലോസിനെ ഇത് അസഹ്യപ്പെടുത്തി. പൗലോസ് അസ്വസ്ഥനായി. എന്ത് ചെയ്തു? അവൻ തിരിഞ്ഞ് അവളിലെ ആത്മാവിനോട് പറഞ്ഞു, അവളിൽ നിന്നും പുറത്തു പോകാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു. തൽക്ഷണം
അത് പുറത്തുപോയി. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. പൗലോസ്ലിഹ എന്ത് ചെയ്തു? പൗലോസ്ലിഹ തിരിഞ്ഞ് അവളിലെ ആത്മാവിനോട്, അവളോടാണോ? അല്ല, ഇത് ശ്രദ്ധിക്കണം, ഈ വചനം ശ്രദ്ധിക്കണം. പൗലോസ്ലീഹ തിരിഞ്ഞ് അവളിലെ ആത്മാവിനോട് പറഞ്ഞു, അവളിൽ നിന്നും പുറത്തു പോവുക, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ആജ്ഞാപിക്കുന്നു. പൗലോസ്ലീഹ ഒരു ഡെലിവറൻസ് ശുശ്രൂഷ അങ്ങോട്ട് നടത്തി. ഒരു വലിയ വിടുതൽ ശുശ്രൂഷ പൗലോസ്ലീഹ നടത്തി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പൗലോസ്ലീഹ തിരിഞ്ഞ് അവളെയല്ല, മറിച്ച് അവളിലെ ദുരാത്മാവിനെയാണ് ബന്ധിച്ചത്. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഈ ശുശ്രൂഷ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നാണെന്നറിയാവോ? നമ്മൾ ഒരു വ്യക്തിക്കെതിരെയല്ല, ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ദുരാത്മാവിനെതിരെയാണ് നമ്മൾ യുദ്ധം ചെയ്യേണ്ടത്. ആമേൻ, ആമേൻ. ഇപ്പൊ നമുക്ക് സംഭവിക്കുന്ന കാര്യം എന്നാണെന്നറിയാവോ? നമ്മള് മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും, സഹോദരങ്ങൾ തമ്മിൽ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ യുദ്ധം ചെയ്യേണ്ടത് വ്യക്തികൾക്കെതിരായിട്ടല്ല, ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ദുരാത്മാവിനെതിരായിട്ടാണ്. പലതരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, ഈ പെൺകുട്ടി ഇപ്രകാരം അസഹ്യപ്പെടുത്തുന്ന തരത്തിൽ ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് കാരണം അവളുടെ ഉള്ളിൽ ഒരു ദുരാത്മാവുണ്ടായിരുന്നു. അവളുടെ ഉള്ളിൽ ഒരു ദുഷ്ടാത്മാവിരുന്ന് പ്രവർത്തിച്ചത് കൊണ്ടാണ് അവൾ അപ്രകാരം പറഞ്ഞുകൊണ്ടിരുന്നത്, ചെയ്തുകൊണ്ടിരുന്നത്. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഒരു കൊച്ചു ഉദാഹരണം പറയാം. ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കുടുംബം, ഭാര്യയും ഭർത്താവും. ഭർത്താവ് പള്ളിയിലെ പാട്ടുകാരനാണ്. കല്യാണം കഴിഞ്ഞു 35 വർഷമായി. 1-2 അല്ല, 35 വർഷം. അപ്പൊ എത്ര വയസ്സുണ്ടെന്ന് ഓർത്തോണേ. പള്ളിയിൽ വർഷങ്ങളായിട്ട് പാട്ടുകാരനാണ്. ഭാര്യ, ഭർത്താവ്, കുടുംബജീവിതം, 3 മക്കൾ, എല്ലാം സന്തോഷത്തോടെ നടക്കുന്നു. കഴിഞ്ഞ ഒരു 1.5 വർഷമായി വീട്ടിൽ പ്രശ്നങ്ങൾ. ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ അടിപിടി ബഹളത്തിലോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭർത്താവിനെ ഭാര്യയ്ക്ക് സംശയം. കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 35 വർഷം. 35 വർഷം കഴിഞ്ഞു. ഇത്രയും നാളും ഇല്ലാതിരുന്നൊരു സംശയം ഈ ഭാര്യയുടെ ഉള്ളിലോട്ട് കയറിയിരിക്കുക. ഭാര്യ പറയുന്നത്, ചേട്ടൻ പള്ളിയിൽ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, ചേട്ടൻ്റെ അടുത്ത് നിന്നിരുന്ന ഒരു പെൺകുട്ടി ചേട്ടൻ്റെ മുഖത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്ന് മാത്രമല്ല, ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് അവളെ നോക്കുന്നു. ചേട്ടൻ എന്തിനാ അങ്ങനെ നോക്കണേ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിങ്ങനെ ഈ കണ്ണിൽ നോക്കി നിങ്ങൾ തമ്മിൽ എന്തോ ഇടപാടില്ലേ? നോക്കണേ, ഒരു കുഞ്ഞു കാര്യമാണ്. അപ്പൊ ഈ ഭാര്യ എങ്ങോട്ട് നോക്കിയാ പരിശുദ്ധ കുർബാന പങ്കെടുക്കുന്നത്? മനസ്സിലായല്ലോ അല്ലേ? ആ ഭാര്യ എങ്ങോട്ട് നോക്കിയിട്ടാ? ഈശോനെ അല്ല നോക്കണമെന്ന് മനസ്സിലായല്ലോ. ഒരു കുഞ്ഞു കാര്യം. ഇത് വളർന്ന് ഭർത്താവ് പറഞ്ഞു, എടി എന്തോ ഈ പറയണത്, ഞാൻ അങ്ങനെയൊന്നും ആരെയും നോക്കിയിട്ടില്ല. ഇനിയിപ്പം നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മൾ 35 വർഷം കഴിഞ്ഞ് സന്തോഷമായിട്ട് അല്ലെന്ന്. ചേട്ടൻ ശരിയല്ല, ചേട്ടൻ്റെ മൊബൈൽ ഇങ്ങോട്ട് തന്നെ. പിന്നെ മൊബൈൽ നോക്കലായി, പരിശോധനകളായി, അവിടുന്ന് അങ്ങോട്ട് വഴക്ക് തുടങ്ങി. രാത്രിയിൽ അസ്വസ്ഥയായി, 2 പേരും 2 സ്ഥലത്ത് കിടന്നു. ഒരു ദിവസമല്ല, 2-ാം ദിവസം 3-ാം ദിവസം അകൽച്ചയായി. ഭക്ഷണം ഭർത്താവ് വീട്ടിൽ നിന്ന് കഴിക്കുന്നില്ല. അയാൾ നിരാശനാകാൻ തുടങ്ങി. അയാളുടെ ഉള്ളിലും അസ്വസ്ഥത കയറി തുടങ്ങി. ശക്തമായൊരു പീഡ അങ്ങോട്ട് ഇയാളുടെ ഉള്ളിലും ബാധിക്കാൻ തുടങ്ങി. 2 പേരും കണ്ടു കഴിഞ്ഞാൽ കീരിയും പാമ്പും പോലെ അടിപിടി, വഴക്ക്, അസ്വസ്ഥത. ഇതിനിടയിൽ ഭാര്യ പറഞ്ഞു, എന്നെ വഞ്ചിക്കുന്ന ഭർത്താവിൻ്റെ കൂടെ ഞാൻ ജീവിക്കുന്നില്ല, ഞാൻ വിഷം കഴിച്ചു മരിക്കും. ഭർത്താവ് പറഞ്ഞു, നീ എങ്ങോട്ടെങ്കിലും പൊക്കോ, നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഒരു കുഴപ്പവുമില്ല. എന്നും പറഞ്ഞുകൊണ്ട് ഭാര്യ കലുതുള്ളി വീട്ടിന് പുറത്തോട്ടിറങ്ങുന്നു. ഭർത്താവിന് അരിശം കയറി. ഇങ്ങനെ തുടങ്ങി. ചാകത്തൊന്നുമില്ല, പറച്ചിന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ തുടങ്ങി. എല്ലാ ദിവസവും അടിപിടി ബഹളം. ഇതിനിടയിൽ അടുത്തൊരു കാര്യം കൂടെ നടന്നു. ഇന്ന് വരെ ഈ പറഞ്ഞ പെൺകുട്ടിയോട് ഒരു താല്പര്യവും ഇല്ലാതിരുന്ന ഭർത്താവ്, ഇന്ന് വരെ ഒരു താല്പര്യമില്ല.
ഭാര്യ പറഞ്ഞ് ഈ ചെറുക്കൻ്റെ, ഈ ഭർത്താവിൻ്റെ ഉള്ളിലേക്ക് പ്രതികാരം ഇയാള് ഇതൊന്ന് കാണിച്ചു കൊടുക്കണം. എന്നിട്ട് എന്ത് ചെയ്തെന്നറിയോ? ഈ പെണ്ണിൻ്റെ വീട്ടിലോട്ട് ഈ ചെറുക്കൻ അങ്ങോട്ട് ചെന്നൊരു ദിവസം 35 വർഷം കഴിഞ്ഞ്, എന്നിട്ട് അവിടെ പോയി ഇരുന്നുകൊണ്ട് ഈ പെണ്ണുമായിട്ടൊരു സെൽഫി എടുത്തു. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഭാര്യനെ കാണിച്ചു, നോക്കടി ഞാൻ അവളും കൂടെ ഇനി പൊറുക്കാൻ പോവാണ്. ഒരാവശ്യമുള്ള കാര്യമല്ലേ? ഒരാവശ്യമുള്ള കാര്യമില്ല, ആടി പിടി ബഹളം. ഇങ്ങോട്ട് നോക്കിക്കേ. ഇനി നിങ്ങൾ ഈ വിഷയത്തെക്കുറിച്ചൊന്ന് പഠിച്ചേ. ആരാണ് തെറ്റുകാര്? എവിടെയാ പ്രശ്നം തുടങ്ങിയത്? 35 വർഷമായിട്ട് മനസമാധാനത്തോടെ ജീവിച്ചു കൊണ്ടിരുന്ന അവരുടെ കുടുംബ ജീവിതത്തിലേക്ക് ശ്രദ്ധിക്കണം. അവര് അങ്ങോട്ടും ഇങ്ങോട്ടും അടി പിടി ബഹളം ഉണ്ടാക്കുമ്പോൾ മാറിയിരുന്ന് ചിരിച്ചോണ്ട് ഒരാളുണ്ട്. ആരാത്? പിശാച്. ഇങ്ങോട്ട് നോക്കിക്കേ. പിശാച് കേറി ഇവരുടെ ഉള്ളിൽ ഇവരെ തമ്മിൽ തെറ്റിക്കുന്നു. പിശാച് കേറി ഭാര്യയുടെ ഉള്ളിൽ ആദ്യം ഒരു സംശയ പിശാച് ഇങ്ങോട്ട് കേറി, എന്നിട്ട് തലയ്ക്കകത്തോട്ട് കയറി ഭർത്താവിനെ കുറിച്ച് സംശയം വർദ്ധിപ്പിച്ചു. ഉടനെ തന്നെ ഭർത്താവ് ആദ്യമൊക്കെ ശാന്തനായിരുന്നു, പിന്നീട് അയാളുടെ സ്വഭാവം മാറി, അയാളുടെ ഉള്ളിലും പിശാച് കയറിയിരിക്കുന്നു, അയാളുടെ ഉള്ളിലും അസ്വസ്ഥപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. അയാളും പ്രതികാര ബുദ്ധിയോടെ, പ്രതിഷേധ മനോഭാവത്തോടെ പെരുമാറാൻ തുടങ്ങുന്നു, തല്ലാൻ കൊടുങ്ങുന്നു, അഭ്യഹളം തുടങ്ങുന്നു, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നു, ഉറക്കമില്ല. ഇവിടെ വിജയിക്കുന്നത് ആരാണ്? പിശാചാണ്. ഈ ഭർത്താവ് കൃത്യമായിട്ട് തിരിച്ചറിയേണ്ട കാര്യം എന്താണ്? എൻ്റെ ഭാര്യയുടെ ഉള്ളിൽ ഒരു പൈശാചിക പീഡ കയറിയിരിക്കുന്നു. ഈ ഭർത്താവ് ആരോടാണ് യുദ്ധം ചെയ്യേണ്ടത്? ഭാര്യയോടല്ല, ഭാര്യയുടെ ഉള്ളിലുള്ള ഈ സംശയത്തിൻ്റെ ദുഷ്ടാത്മാവിനോട് വേണം യുദ്ധം ചെയ്യാൻ. ഭാര്യ ഭർത്താവിനെ കുറിച്ച് തിരിച്ചറിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഭർത്താവിനോടല്ല യുദ്ധം ചെയ്യേണ്ടത്, ഭർത്താവിൻ്റെ ഉള്ളിൽ കടന്നു വന്ന ദുഷ്ടാത്മാവിനോടാണ് യുദ്ധം ചെയ്യേണ്ടത്. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യം, നിന്റെ വീട്ടിലെ, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിലെ സമാധാനം തകർക്കാൻ ആര് വരും? സാത്താൻ വരും. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വചനം പറഞ്ഞിരിക്കുന്നത്, അവൻ നുണയനും നുണയുടെ പിതാവും. അവൻ എന്തിനാ വരുന്നത്? 3 കാര്യങ്ങൾ: മോഷ്ടിക്കാനും, കൊല്ലാനും, നശിപ്പിക്കാനും. അവൻ മോഷ്ടിക്കുന്നു. എന്ത് മോഷ്ടിക്കുന്നു? നമ്മുടെ വീട്ടിൽ നിന്ന് സ്വർണവും വെള്ളി എടുത്തോണ്ട് പോകുന്നല്ല, മറിച്ച് നിന്റെ ജീവിതത്തിലുള്ള സമാധാനം അവൻ എടുത്തോണ്ട് പോകും. അവൻ മോഷ്ടിക്കും, കൊല്ലും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ആത്മാവിനെ കൊല്ലും, പിന്നെ നശിപ്പിക്കും, സ്വസ്ഥത മുഴുവൻ പോകും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് എനിക്കും നിനക്കും കർത്താവ് ഈ വചനം പങ്കുവയ്ക്കുമ്പോൾ പൗലോസ്ലീഹ തിരിഞ്ഞു നിന്ന് അവളിലെ ദുഷ്ടാത്മാവിനെ ബന്ധിച്ചു എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയെയല്ല, ആ പെൺകുട്ടിയുടെ ഉള്ളിൽ കടന്നു വന്ന ഒരു ദുഷ്ടശക്തിയാണെങ്കിൽ ഇത് ഓർമ്മപ്പെടുത്തുമ്പോൾ ഞാനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയാവോ? നമ്മളും നമ്മുടെ ജീവിത ബന്ധത്തിൽ നമ്മൾ യുദ്ധം ചെയ്യേണ്ടത് കൃത്യമായി ഒരു വ്യക്തിയോടല്ല, ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ദുരാത്മാവിനോടാണ് നമ്മൾ യുദ്ധം ചെയ്യേണ്ടത്. വിശ്വസിക്കുന്നവര് ഉച്ചത്തിൽ ആമേൻ പറഞ്ഞേ. അല്പം കൂടെ ഉച്ചത്തിൽ പറഞ്ഞേ. അല്പം കൂടെ ഉച്ചത്തിൽ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉദാഹരണത്തിന് മകനെ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, അവന് കൂട്ടുകെട്ടാണ്, അവൻ്റെ സ്വഭാവം ശരിയല്ല, അനുസരണക്കേടിൻ്റെ ദുരാത്മാവ് അവൻ്റെ ഉള്ളിൽ കയറി. രാവിലെ മുതൽ അവനെ ഉപദേശിച്ച് അവനെ ശകാരിച്ച് അവനോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്നത് കൊണ്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. നിങ്ങൾ ഉപദേശം കൂടുന്നതനുസരിച്ച് അവൻ അസ്വസ്ഥനാവും. നിങ്ങളുടെ ദേഷ്യം കൂടുന്നതനുസരിച്ച് അവൻ്റെ ഉള്ളിൽ പ്രതികാര ബുദ്ധി വരും. നിങ്ങൾ അവനെ ശാസിക്കുന്നതനുസരിച്ച് അവൻ അവൻ്റെ തോന്നിവാസം കാണിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം എന്നാണെന്നറിയാവോ? നമ്മുടെ മക്കള്, നമ്മുടെ കുടുംബജീവിതത്തിൽ ഏത് ബന്ധവുമായിക്കൊള്ളട്ടെ, ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ദുരാത്മാവിനെ നമ്മൾ കണ്ടെത്തണം. ആ ദുരാത്മാവിനെതിരായി നമ്മൾ യുദ്ധം ചെയ്യണം. ഓരോ വ്യക്തിയും ആഗ്രഹിക്കണം, ഓ കർത്താവേ, ഈ ആരാധന സമയത്ത് എൻ്റെ മേൽ അത്ഭുതകരമായ ദൈവിക ഇടപെടൽ സംഭവിക്കട്ടെ. കർത്താവേ, കാലാകാലങ്ങളായി എൻ്റെ ഉള്ളിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഭാരപ്പെടുത്തുന്ന
തിന്മയുടെ നാരക ശക്തികളെ ബന്ധിച്ച് ഈ ശുശ്രൂഷ സമയത്ത് ദൈവജനത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, അങ്ങേക്ക് സ്തുതി. ഹല്ലേലൂയ. ചേർന്ന് പാടിക്കേ ഒരുമിച്ച്. ആമേൻ. എല്ലാവരും ചേർന്ന് ആമേൻ. ഈശോയെ വണങ്ങി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക്. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ പരിശുദ്ധ ആരാധനയിൽ നമ്മളിതാ വലിയ ശക്തമായ ഒരു നിർവീര്യ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയാണ്. തിന്മയെയും തിന്മയുടെ ബന്ധങ്ങളെയും നിർവീര്യമാക്കുന്നൊരു പ്രാർത്ഥനാ ശുശ്രൂഷയാണ്. നന്നായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം കാലാകാലങ്ങളായി അനേക തരത്തിലുള്ള തിന്മയുടെ മേഖലകൾ നമ്മളെ എല്ലാവരെയും പീഡിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും ശത്രു ആരാണെന്നറിയാതെ നമ്മൾ പലപ്പോഴും യുദ്ധം ചെയ്ത് നമുക്കെതിരെ തന്നെ പടവെട്ടുകയാണ്. ഈ ശുശ്രൂഷ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, എനിക്ക് എൻ്റെ ശത്രുവിനെ തിരിച്ചറിയാൻ, എനിക്ക് ദുരാത്മാവിനെതിരെ പടവെട്ടാൻ ശക്തിയും ബലവും വേണം. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിക്കണം. കർത്താവെ, എൻ്റെ ജീവിതത്തെയും പ്രവർത്തന മേഖലകളെയും ദേശത്തെയും പീഡിപ്പിക്കുന്ന ദുഷ്ടശക്തി കേന്ദ്രങ്ങളെ തിരിച്ചറിയാൻ എനിക്ക് ജ്ഞാനം തരണമേ. പരിശുദ്ധാത്മ ശക്തിയാൽ പ്രാർത്ഥനയിലൂടെ ദുഷ്ടാത്മാക്കളെ നിർവീര്യമാക്കുവാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. ഓരോ വ്യക്തിയും ഈ ഒരു കുഞ്ഞു പ്രാർത്ഥന ഹൃദയത്തിൽ ആവർത്തിച്ച് പറയണം. ഒന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ചേ. കർത്താവേ, കർത്താവേ, എൻ്റെ ജീവിതത്തെയും പ്രവർത്തന മേഖലകളെയും ദേശത്തെയും പീഡിപ്പിക്കുന്ന ദുഷ്ടശക്തി കേന്ദ്രങ്ങളെ തിരിച്ചറിയാൻ എനിക്ക് ജ്ഞാനം നൽകണമേ. പരിശുദ്ധാത്മ ശക്തിയാൽ പ്രാർത്ഥനയിലൂടെ ദുഷ്ടസേനകളെ നിർവീര്യമാക്കുവാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. ആമേൻ, ആമേൻ, ആമേൻ.